ഹണി റോസിന് അവരുടെ പരാതിയുടെ സത്യമില്ലായ്മ ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദയവായി വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണണം. പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നിവേദനം തയ്യാറാക്കി 2 MLA-മാരുമായി സംസാരിച്ചിട്ടുണ്ട്. അവരെ കാണും. നിയമസഭയിൽ പ്രൈവറ്റ് ബില്ലായി പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള കാര്യം കൊണ്ടുവരുമെന്ന് MLA എൽദോസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഹണി റോസിന്റെ പരാതിയിൽ പല രീതിയിലുള്ള വാർത്തകളാണ് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടത്. എനിക്ക് വലിയ കൗതുകം തോന്നി. ഹണി റോസിന്റെ പരാതിയിൽ കേസ് എടുക്കാൻ വകുപ്പില്ല, ഇപ്പോൾ എടുക്കുന്നില്ല, കോടതി വഴി പോകണം, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിയമ ഉപദേശം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ വ്യത്യസ്ത രീതിയിൽ വാർത്തകൾ. നമ്മുടെ ഏറ്റവും പ്രമുഖ 1-2 ചാനലുകളിൽ ഞാൻ രാവിലെ വന്നപ്പോൾ ഒരു വാർത്ത കേട്ടത് രാഹുൽ ഈശ്വറിന് താൽക്കാലിക ആശ്വാസം എന്നൊക്കെയാണ്. ഞാൻ മനസ്സിലാക്കി എവിടെന്നെങ്കിലും കടമെടുത്തിട്ടുണ്ടോ ഈ താൽക്കാലിക ആശ്വാസം കിട്ടാൻ. അപ്പോ ഇപ്പം പോലും, അതായത് ഇത് തിരിച്ച് എനിക്കാണ് ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ, ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു, പോലീസുകാർ FIR ഇട്ടില്ല എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞതുകൊണ്ട് ഹൈക്കോടതി എനിക്ക് നോട്ട് ടു അറസ്റ്റ് തന്നില്ല. അന്ന് എല്ലാ മാധ്യമങ്ങളും കൊടുത്തത് രാഹുൽ ഈശ്വറിന് തിരിച്ചടി എന്നാണ്. എന്നാൽ ഇന്ന് ഒരു മാധ്യമം ഒഴിച്ച് വേറെ ഒരു മാധ്യമങ്ങളും ഹണി റോസിന് തിരിച്ചടി എന്നൊരു വാർത്ത കൊടുത്ത് കണ്ടില്ല. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. അതായത് രാഹുൽ ഈശ്വറിന് എതിരെ പോലീസ് FIR ഇടാത്തത് കൊണ്ട് നോട്ട് ടു അറസ്റ്റ് തരുന്നില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ രാഹുൽ ഈശ്വറിന് വലിയ തിരിച്ചടി എന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും 90% മാധ്യമങ്ങളും വാർത്ത കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഹണി റോസിന് തിരിച്ചടി എന്നല്ലേ വാർത്ത കൊടുക്കേണ്ടത്? അങ്ങനെ മാധ്യമങ്ങൾ കൊടുക്കില്ല എന്ന് എനിക്കറിയാം, പ്രശ്നമൊന്നുമില്ല എനിക്ക്. പക്ഷേ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജയങ്ങളെങ്കിലും കിട്ടിയതിന് നിങ്ങൾക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാനോ ഹണി റോസിന് തിരിച്ചടി എന്ന് ആൾക്കാർ പറയുകയോ ഇല്ല എന്ന് എനിക്കറിയാം. ചിലപ്പോഴെങ്കിലും നമ്മുടെ സ്ത്രീപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാരോട് ഹണി റോസിനോട് പെറ്റമ്മ നയവും രാഹുൽ ഈശ്വറിനോട് ചിറ്റമ്മ നയവുമാണ് പല ആൾക്കാർക്കും ഉള്ളത് എന്ന് എനിക്കും അറിയാം. പക്ഷെ അതുകൊണ്ട് ഒരു പരിഭവമൊന്നുമില്ല, അതൊരു സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും. പ്രിയപ്പെട്ട ഹണി റോസിനോട് സൂചിപ്പിക്കാനുള്ളത്, താങ്കളുടെ പരാതിയുടെ ഗൗരവവും അതിലെ സത്യമില്ലായ്മയും താങ്കൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദയവായി ഓർക്കുക, ഹണി റോസ് പറഞ്ഞത് ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നാണ്. ആ വാക്കിന് വളരെ ഗൗരവമുള്ള ഒരു വാക്കാണ്. ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ്. എന്നിട്ട് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി ഹണി റോസിനെ ആത്മഹത്യയുടെ വക്കിലേക്ക് തെള്ളിവിടുന്നു എന്നാണ് അവരുടെ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നത്. എത്ര ഗൗരവമുള്ള വാക്കുകളാണ് അതെന്നും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള താൽക്കാലികമായ സമീപനമായിരിക്കാം. എനിക്കത് കിട്ടിയതിൽ എനിക്കത് വലിയ ആശ്വാസമുണ്ട്. കാരണം ഇന്നലെ കൂടെ ബഹുമാനപ്പെട്ട യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസ് എടുത്തു എന്നാണ് മാധ്യമങ്ങളിൽ കണ്ട വാർത്ത. DGPയോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയും. ശ്രീ ഷാജറിനെ പോലെ വളരെ എല്ലാവരും അറിയുന്ന ആദരിക്കുന്ന ഒരു യുവ നേതാവാണ് യുവജന കമ്മീഷൻ നയിക്കുന്നത്. സതീദേവി മാഡത്തെ പോലെ വളരെ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടെന്നും കേസെടുക്കണമെന്നും പറയുന്നു. പലപ്പോഴും യുവജന കമ്മീഷനോടൊക്കെ എനിക്ക് സംസാരിക്കാനും ചോദിക്കാനും ഉള്ളത് എന്റെ ഭാഗം കൂടെ കേൾക്കണ്ടേ. ദിശ എന്ന് പറയുന്ന ഒരു സംഘടന അവർക്ക് പരാതി നൽകി. എനിക്ക് പറയാനുള്ള കാര്യം കൂടി അവർക്ക് കേൾക്കാനുള്ള ഒരു കാര്യം വേണ്ടേ? ഞാൻ യുവജന കമ്മീഷനിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയും കൂടെയാണ്. അതായത് കേരള സംസ്ഥാന യുവജന എന്റെ മറുപടി എന്താണ് എന്ന് കേൾക്കാനുള്ള ഒരു സൗമനസ്യവും സാവകാശവും പോലും എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. പക്ഷെ ഹണി റോസിനോട് ഒരു കാര്യം കൂടി, കേരള സമൂഹത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള നീക്കങ്ങൾ ഹണിയുടെ ക്രെഡിറ്റ് തന്നെയാണ്. അതിന് ഹണിക്ക് ആദരവ് അർപ്പിക്കുന്നു. പക്ഷെ നേരത്തെ ഉന്നയിച്ച വിമർശനങ്ങൾ അതേപോലെ നിലനിൽക്കും. ഹണി റോസിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക് എതിരെയുള്ള നിലപാട് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഒരാൾ പോലും എതിര് നിൽക്കുമെന്ന്. അത് തീർച്ചയായും ശരിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ശ്രീ ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ളവർ ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ നിന്ന് പിൻവാങ്ങണം. ഹൈക്കോടതിയുടെ അടക്കം ശക്തമായ നിർദ്ദേശവും മറ്റുമുണ്ട്. ആ ബോച്ചെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വേണ്ട എന്നുള്ള ഹണി റോസിന്റെ നിലപാടിനോടൊപ്പമാണ് എല്ലാവരും. പക്ഷെ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് സൂചിപ്പിക്കാൻ. ഭരണഘടനാ പദവികളായ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും എന്നെ വേട്ടയാടാനും ഒരു അഭിപ്രായം പറഞ്ഞതിന്, നിലപാട് പറഞ്ഞതിന് ജയിലിൽ പിടിച്ചിടണം എന്ന് പറയുന്നത് അന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ടല്ലേ നേരിടേണ്ടത്, നിലപാടിനെ നിലപാട് കൊണ്ടല്ലേ നേരിടേണ്ടത്. അങ്ങനെ അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ട് നേരിടുന്നതിന് പകരം ജയിലിൽ പിടിച്ചിടും എന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഒരു കമ്മീഷന്, വനിതാ കമ്മീഷനോ യുവജന കമ്മീഷനോ ചേർന്ന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിയാം കോടതിയാണ്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കോർട്ട് തന്നെയാണ്, ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ കമ്മീഷൻ അങ്ങനെ ജയിലിൽ പിടിച്ചിടുമെന്ന് ഞാൻ പറയുന്ന വാദങ്ങൾ പോലും കേൾക്കാതെ, എന്റെ മറുപടി പോലും കേൾക്കാതെ പറയുന്നത് വളരെ വേദനാജനകമാണ്. എനിക്ക് രണ്ടുപേരെയും കുറെയൊക്കെ വേദികളിലൊക്കെ പോയി അറിയാം. എനിക്ക് വളരെ ആദരണീയരായ വനിതാ കമ്മീഷനോടും യുവജന കമ്മീഷനോടും അഭ്യർത്ഥിക്കാനും പറയാനും ഉള്ളത് ഇത്രമാത്രമാണ്. താങ്കൾ രണ്ടുപേരും രാഷ്ട്രീയ അധികാരവും അധികാര ശക്തിയും ഉള്ളവരാണ്, ഭരണഘടനാ പദവി ഉള്ളവരാണ്.
എനിക്ക് പോകാൻ ഒരു കമ്മീഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? എനിക്ക് എവിടെയെങ്കിലും പോയി പരാതി പറയാനും എന്നെ ഡിഫെൻഡ് ചെയ്യാനും രാഹുൽ ഈശ്വറിനോ ബാക്കി പുരുഷന്മാർക്കോ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് അറിഞ്ഞ് ഒരു സോഫ്റ്റ് ടാർഗറ്റായി കണ്ട് വേട്ടയാടുകയല്ലേ? മാധ്യമങ്ങളുടെ മുമ്പിലാകട്ടെ പൊതുസമൂഹത്തിലാകട്ടെ അങ്ങനെ ഒരു വേട്ടയാടൽ ശരിയാണ്. പലപ്പോഴും ഈ നാട്ടിലെ പുരുഷന്മാർ ആ അർത്ഥത്തിൽ ലീഗലി അനാഥരാണ്, ലീഗൽ ഓർഫൻസ് അഥവാ നിയമപരമായി അനാഥരാണ്. നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്, എന്നിട്ടും എന്തിനാ വനിതാ കമ്മീഷൻ? വനിതകൾ മനുഷ്യരാണെന്ന്, സ്ത്രീകൾ എന്തായാലും മനുഷ്യരാണ്. അപ്പോ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓൾറെഡി ഉണ്ടായിട്ട് എന്തിനാ വനിതാ കമ്മീഷൻ? വനിതാ കമ്മീഷൻ വേണം കേട്ടോ, 100% വേണമെന്ന് പറയാൻ തന്നെയാണ് വരുന്നത്. വനിതാ കമ്മീഷൻ ഉള്ളത് സ്ത്രീകൾക്ക് അവരുടേതായ പ്രത്യേക പ്രശ്നങ്ങളുണ്ട്. കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോകാമെങ്കിലും കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷൻ എന്തുകൊണ്ടാണ്? കുട്ടികളുടെ പരാതികൾ പെട്ടെന്ന് പരിഹരിക്കാനും കുട്ടികളോട് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്, അവർക്ക് മെന്ററിംഗ്, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനും സ്ത്രീകളുടെ മെന്ററിംഗ് ആൻഡ് കൗൺസിലിംഗിനൊക്കെ വേണ്ടിയാണ് വനിതാ കമ്മീഷൻ. അതേപോലെ ഒരു ഒരു പുരുഷ കമ്മീഷൻ, മെൻസ് കമ്മീഷൻ വേണം. അതില്ലാത്തത് കൊണ്ടാണ് രാഹുൽ ഈശ്വറിനെയോ മറ്റാരെയോ വേട്ടയാടാൻ അവർക്ക് കഴിയുന്നത്. ജയിലിൽ പിടിച്ചിട്ടാലും പുരുഷന്മാർക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഈ നിലപാട് തുടരും, വിമർശനം തുടരും, പോരാട്ടം തുടരും. ഈ വരുന്ന ജനുവരി 30-ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മുതൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കും. ഉമ്മൻചാണ്ടി സാറിനും നിവിൻ പോളിക്കും എൽദോസ് കുന്നപ്പള്ളിക്കും കിട്ടാത്ത നീതി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ അത് പ്രതീക്ഷിക്കാൻ വകയില്ല. പക്ഷേ ഇവർക്ക് പോലും ലഭിക്കാത്ത നീതി 2 MLA-മാർക്കാണ് നിവേദനം നൽകുക. 2 പേരോടാണ് ആശയവിനിമയം നടത്താൻ കഴിയുന്നത്. ഒന്ന് ശ്രീ ചാണ്ടി ഉമ്മനാണ്, ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ. അദ്ദേഹത്തോട് ഈ വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അദ്ദേഹത്തെ കാണാനും നിവേദനം സമർപ്പിക്കാനും ഒരു സമയം ചോദിച്ചിട്ടുണ്ട്. ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോട് ഇന്നലെ വളരെ വിശദമായി നേരിട്ട് കണ്ട് തന്നെ പേഴ്സണലി മീറ്റ് ചെയ്ത് തന്നെ ഒരു ചർച്ച ചെയ്യാൻ അദ്ദേഹം സമയം അനുവദിച്ചിരുന്നു. അത് വളരെ സന്തോഷമാണ്. ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോട് ഇന്ന് രാവിലെയും ഇന്നലെയും സംസാരിക്കുകയും ഒരു പ്രൈവറ്റ് ബില്ലായി ആ നിവേദനം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ ടീമിനോട് കൂടി സംസാരിച്ച് നിയമസഭയിൽ ഒരു പ്രൈവറ്റ് ബില്ലായി അവതരിപ്പിക്കാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ എൽദോസ് കുന്നപ്പള്ളിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരു നല്ല കാര്യം പലപ്പോഴും മാധ്യമങ്ങളുടെ പുച്ഛവും പരിഹാസവും മാധ്യമങ്ങളുടെ എന്താ പറയുക ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള MLA-മാരെ കളിയാക്കലും ഒക്കെ കളഞ്ഞ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിനും അതേപോലെ വേട്ടയാടൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം. അതായത് ഈ വേദന പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് തിയറി മനസ്സിലാവില്ല, നമുക്ക് നേരെ അങ്ങനെ വ്യാജ പരാതി വന്നാലേ മനസ്സിലാവും. നമ്മുടെ ശ്രീ TV രാജേഷ് കരഞ്ഞത് പലർക്കും ഓർമ്മ കാണും. എന്റെ വീട്ടിലും അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, കുടുംബം ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നേരെ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ കയ്യേറ്റം ചെയ്തു എന്ന ആരോപണത്തിൽ നമ്മുടെ നിയമസഭാ മന്ദിരത്തിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞത് നിങ്ങൾ പലർക്കും ഓർമ്മ കാണും. അപ്പം വെളിയിൽ നിന്നുള്ളവർക്ക് അതൊരു തമാശയായിട്ടേ തോന്നുന്നു, പക്ഷേ അത് അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് അതിന്റെ വേദന അറിയൂ. അതുകൊണ്ട് ശ്രീ എൽദോസ് കുന്നപ്പള്ളി, ശ്രീ ചാണ്ടി ഉമ്മൻ എന്നിവർക്ക് നിവേദനം ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കും. ശ്രീ എൽദോസ് കുന്നപ്പള്ളി അതൊരു പ്രൈവറ്റ് ബില്ലായി ആ വിഷയം അവതരിപ്പിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ 2 പേരും അവരുടെ കുടുംബങ്ങളും ഈ വേദന നേരിട്ട് അനുഭവിച്ചവരാണ്, ഈ വേട്ടയാടൽ നേരിട്ട് അനുഭവിച്ചവരാണ്. അവർ ഞങ്ങളുടെയും വേദന ഉൾക്കൊള്ളും എന്ന് വിശ്വസിക്കുന്നു. ഈ വരുന്ന ജനുവരി 21-നാണ് നിവേദനം നൽകുന്നത്. ഈ നിവേദനത്തിന്റെ മോഡൽ സുപ്രീം കോടതിയിൽ ഓൾറെഡി ഞങ്ങളുടെ ടീം പോയിരുന്നു. ഇന്ത്യ മുഴുവൻ ഈ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട്. സുപ്രീം കോടതി അത് അപ്രീഷിയേറ്റ് ചെയ്യില്ല എന്നുള്ള സത്യമാണ്, സുപ്രീം കോടതി അത് അനുവദിച്ചു തന്നില്ല എന്നുള്ള സത്യമാണ്. ലോകസഭയിലെ ഒരു MP മെൻസ് കമ്മീഷൻ വേണമെന്നുള്ള ഡിമാൻഡ് ലോകസഭയിലും റേസ് ചെയ്തിട്ടുണ്ട്, അതും വിജയിച്ചില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ പ്രൈവറ്റ് ബില്ലായിട്ട് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്നതോടുകൂടി പുരുഷ കമ്മീഷനും പുരുഷന്മാർ നേരിടുന്ന വിവേചനത്തിനെതിരെ കൂടി ഒരു പ്രതിരോധം തീർക്കാൻ നമ്മുടെ സമൂഹത്തിലെ കൂടുതൽ ആൾക്കാർ വരും. അങ്ങനെ നിയമം മൂലം വരുമ്പോൾ പ്രതിരോധിക്കാനും പുരുഷന്മാർക്ക് വേണ്ടിയും പറയാൻ ആൾക്കാരുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകും. ശ്രദ്ധിച്ചു കാണും. അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി വരുന്നു, അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയുണ്ട്, അദ്ദേഹത്തിനെതിരെ ഫേക്ക് കംപ്ലൈന്റ് ആണ്. പോലീസുകാർ ശ്രീ നിവിൻ പോളിയെ ആദ്യം നിവിൻ പോളിക്കെതിരെ കംപ്ലൈന്റ് വന്നപ്പോൾ നിവിൻ പോളി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു, റേപ്പ് ചെയ്തു, എന്നിട്ട് വലിയ കഥകളൊക്കെ ഉണ്ടാക്കി മൊബൈൽ ഫോണിൽ എടുത്തു എന്നൊക്കെ പറഞ്ഞു. അവസാനം നിവിൻ പോളി കേരളത്തിലായിരുന്നു, ദുബായിൽ വെച്ച് നടന്നു എന്ന് പറയുന്ന സമയത്ത് നിവിൻ പോളി കേരളത്തിലായിരുന്നു. നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ചയുടെ ഭാഗമായിട്ട് ചുമ്മാ ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ടെങ്കിലും നിവിൻ പോളിയുടെ പരാതിയിൽ ആ വ്യക്തിക്കെതിരെ FIR ഇട്ടോ എന്ന് ചോദിച്ചു. നിവിൻ പോളി പരാതി കൊടുത്തല്ലോ, നിവിൻ പോളി പരാതി കൊടുത്തു, DGPക്ക് തന്നെ പരാതി കൊടുത്തു. ആ പെൺകുട്ടിക്കെതിരെ എന്താ FIR ഇടാത്തത്? ആ പെൺകുട്ടിക്കെതിരെ എന്താ കംപ്ലൈന്റോ കാര്യങ്ങളോ വരാത്തത്? ഒരു മാധ്യമങ്ങളും ചോദിക്കാത്ത എന്താ?
ഇപ്പോഴും രസം എന്താ അറിയാമോ, നിവിൻ പോളിക്ക് മാത്രമേ ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുള്ളൂ. ഇവര് കൊടുത്ത ബാക്കി 7 പേര് കഷ്ടകാലത്തിന് അവർ ആ സമയത്ത് ദുബായിലായിരുന്നു. അതുകൊണ്ട് അവരിപ്പോഴും അന്വേഷണത്തിന്റെ പരിധിയില്ല. ഈ അന്വേഷണം ഒരിക്കലും തീരില്ല, അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ അറിയണം, എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞ വാക്കുകൾ നൗലീശ്വറല്ല, ജഡ്ജി കൗസർ എടപ്പകത്തിന്റെ എക്സാക്ട് വാക്കുകളാണ് പറയുന്നത്. എൽദോസിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ 49 കേസുകളിൽ പ്രതിയാണ്. എൽദോസ് കുന്നപ്പള്ളി എന്ന MLA-ക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ഈ സ്ത്രീ 49 കേസുകളിൽ പ്രതിയാണ്. ഇവർ എൽദോസിനോട് 1 കോടി രൂപയാണ് ചോദിച്ചത്. അങ്ങനെ എൽദോസിന്റെ കാശ് എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. 49 കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തി. പക്ഷെ ഏതെങ്കിലും മീഡിയക്കാരോ ഏതെങ്കിലും സമൂഹത്തിൽ അതുകൊണ്ടോ എൽദോസിന്റെ ഡിസിപ്ലിനറി ആക്ഷൻ നേരിടേണ്ടി വന്നു. കുറച്ചു കാലം അവരുടെ പാർട്ടി നടക്കോളം മാറി നിന്നു. ഇതിനൊരു അവസാനം വേണ്ടേ? നാളെ ആർക്കെതിരെ വന്നൂടെ? നിങ്ങൾക്കെതിരെ, എനിക്കെതിരെ വന്നൂടെ? നമ്മുടെ കരിയർ, നമ്മുടെ ജോലി, നമ്മുടെ കാര്യങ്ങൾ എല്ലാം പോലെ. ഞാൻ ഇനി പേരെടുത്ത് പറഞ്ഞു, ഞാനത് കൊടുക്കണമെന്നല്ല, നിങ്ങൾ മാധ്യമപ്രവർത്തകർ അറിഞ്ഞിരിക്കാനാണ്. സമാനമായ ഒരു പരാതിയല്ലേ, അതായത് നട്ടുച്ചയ്ക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇതേപോലെ ക്യാമറകൾ ഇരിക്കുമ്പോൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഒരു പ്രത്യേക ചാനലിന്റെ മേധാവിയായി നിൽക്കുന്ന വ്യക്തി വേറൊരാളോട് ഒരു തമാശ പറയുകയുണ്ടായി. പുള്ളിയാണ് അതിന്റെ 1ാം പ്രതി. അതായത് നേരിട്ട് പേര് കൂടെ പറഞ്ഞ പേര് നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്. ഡോക്ടർ അരുൺ, അതായത് ഷാബാസിനോട് ഇന്നലെ നടന്ന ഒപ്പരയുടെ കാര്യമായി ഒരു തമാശ സാധനം പറഞ്ഞത് പുള്ളി അതിലെ 1ാം പ്രതിയായി പോക്സോ കേസ് വരികയാണ്. ഇതിനൊരു അവസാനമില്ല. അതായത് എത്ര എളുപ്പമാണ്, ആണുങ്ങളെ കൊടുക്കാൻ യാതൊരു മടിയില്ല. കൊടുത്തത് ആരാണ്? ആ പെൺകുട്ടിക്ക് പരാതിയില്ല, പെൺകുട്ടിയുടെ അച്ഛന് പരാതിയില്ല, പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പരാതിയില്ല, പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പരാതിയില്ല, നാട്ടിൽ കിടക്കുന്ന വേറെ ഏതോ സ്ഥലത്തുള്ളവനാണ് പരാതി. ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. ആണിനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ കൊടുക്കുക. അവന് കുടിക്കാനും എന്ത് പറ്റും? അവസാനം അവൻ എന്തെങ്കിലും അനുകൂലമായ സമീപനം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന വാർത്ത പോലും കൊടുക്കില്ല. അതാണ് പ്രശ്നം. പിന്നീട് എന്താ അറിയോ, ഗൂഗിളിലൊക്കെ പ്രത്യേകിച്ച് ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ബാധകമാണ്. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്നൊരു കാര്യമുണ്ട്. അതായത് ഡ്യൂ ഡിലിജൻസിന്റെ ഭാഗമായി ഞങ്ങൾ HR വർക്ക് ചെയ്യുന്നവരെല്ലാം വെറുതെ ഇവരുടെ സോഷ്യൽ മീഡിയയും ഗൂഗിളും ഒക്കെ ഇത് സെർച്ച് ചെയ്തു പോകും. അപ്പം കാണുന്നത് എന്താ, ഇവൻ പീഡകനാണ്, ഇവൻ മോശക്കാരനാണ് എന്നുള്ള വാർത്ത കാണും. ഏതെങ്കിലും HR റിസ്ക് എടുക്കുമോ? അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ 2 പേരുടെ കേസ് നേരിട്ട് ഡീൽ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ പറഞ്ഞു, സാറേ അവനെ വെറുതെ വിട്ടു, കോടതി അവനെതിരെയുള്ള വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തി. പക്ഷെ അവർ പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, വാർത്തയെങ്കിലും കൊണ്ടുപോകാം. ആ വാർത്ത ആർക്കാ ന്യൂസ് വാല്യൂ ഇല്ല. ഇതിന്റെ പ്രശ്നം ഒരുപാട് പേരുടെ ജീവിതം നേരിട്ട് അഫക്റ്റഡ് ആണ്. നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ഈ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കൈയടി നേടുമ്പോൾ ഒരുപാട് ആളുകളുടെ ജീവിതം അതിലൂടെ ഇല്ലാതാകുക. ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ചോദിക്കാതെ അതിജീവിത എന്നൊരു ഓമന പേരിട്ട് ഈ പെൺകുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിരക്ഷണം നൽകി മുമ്പോട്ട് പോകുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾ എടുക്കുക. ഒരു വരി കൂടെ പറഞ്ഞു, നേരത്തെ ഒരു ലീഗൽ പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക, പരാതി കൊടുക്കുന്ന എല്ലാവരും അതിജീവിതകളല്ല. പരാതി കൊടുക്കുന്ന എല്ലാവരും അപ്പം തന്നെ അതിജീവിതയായോ? പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുരുഷൻ വേട്ടക്കാരനായോ? പരാതി കൊടുക്കുന്നവരെല്ലാം കംപ്ലൈന്റന്റ് ആണ്, പരാതിക്കാരാണ്. മറുഭാഗത്ത് നിൽക്കുന്നവർ അക്യൂസ്ഡ് ആണ്, ആരോപിതരാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഓൾറെഡി അവരെ വേട്ടക്കാരും അല്ലെങ്കിൽ ഓൾറെഡി അവരെ അതിജീവിതയും വേട്ടക്കാരും ആക്കുമ്പോൾ ആ പുരുഷന്മാരുടെ ജീവിതം കൂടിയാണ് ഇല്ലാതാകുന്നത്. ഈ തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് കൂടിയാണ് ഹൈക്കോടതി ആദ്യമായി ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ 75 വർഷങ്ങളുടെ നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ കേരള ഹൈക്കോടതി 1.5 മാസം മുമ്പാണ് ആദ്യമായിട്ടൊരു വിധിന്യായത്തിൽ എഴുതി വെക്കുന്നത്. ചുമ്മാ ഒബിറ്റർ ഡിക്റ്റ അല്ല, പറഞ്ഞു പോണതല്ല, വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ അക്യൂസ്ഡ് ആയ പുരുഷന്മാർക്കും റൈറ്റ്സ് ഉണ്ട്, പ്രിവസിക്ക്. അക്യൂസ്ഡ് ആയ പുരുഷന്മാർക്കും, രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വാക്കുകളാണ്. അങ്ങനെ എത്ര പേരെ ടാർഗറ്റ് ചെയ്തു? ഒരാൾ വന്ന് 7 പേർക്കെതിരെ പരാതി കൊടുക്കാൻ, ഒരാൾ വന്ന് 11 പേർക്കെതിരെ പരാതി കൊടുക്കാൻ, ബാലേന്ദ്രൻ സാറിനെ പോലുള്ള മുതിർന്ന ആൾക്കാർ പോലും കൊടുക്കാൻ നോക്കുക. ഇതിനൊരു അവസാനം വേണ്ടേ? അതുകൊണ്ട് എനിക്ക് മീഡിയയോട് ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം, ഒന്ന് ബാലൻസ്ഡ് ആയി. അതായത് അറ്റ്ലീസ്റ്റ് പരാതിക്കാരും നിങ്ങൾ ഇരയെന്ന് വിളിച്ചോളൂ. അതായത് ഒരു സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി പരാതി കൊടുക്കുന്ന എല്ലാവരെയും ഇരയെന്ന് വിളിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്ന വേട്ടക്കാരനാകാതെ ഇരയും അക്യൂസ്ഡും ആരോപിതനും തമ്മിലാണ് എന്നൊരു സെൻസ് ഓഫ് ബാലൻസ് എങ്കിലും കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്കെതിരെ വന്ന ഈ പരാതി താൽക്കാലികമായിട്ടെങ്കിലും ഒരു താൽക്കാലിക ആശ്വാസം കിട്ടിയെന്ന് പ്രമുഖ ചാനൽ പറയുന്നത് പോലെ താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിജയമായി ഞാൻ കാണുന്നു. ഹണി റോസിന് തിരിച്ചടിയായിട്ടല്ല, പക്ഷെ എല്ലാ പുരുഷ സമൂഹത്തിനും വിജയമായി കാണുന്നു. അതോടൊപ്പം ഹണി റോസിനോട് ഒരു അഭ്യർത്ഥന കൂടി, ഹണി റോസിന്റെ ഒരു നിലപാടിനെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്, ദ്വയാർത്ഥ പ്രയോഗം പാടില്ല. ഈ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നീക്കത്തിന് ഹണി റോസിന്റെ പിന്തുണയും അഭ്യർത്ഥിക്കുന്നു. ഹണി റോസ് അടക്കമുള്ള സ്ത്രീപക്ഷത്തും സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നവർക്കും അവരുടെ എല്ലാ പോരാട്ടങ്ങളെയും ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ഈ മെൻസ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ഫോർ മെൻ, പുരുഷ കമ്മീഷന് ഹണി റോസിന്റെ അടക്കമുള്ള പിന്തുണ അഭ്യർത്ഥിക്കുന്നു. എന്റെ കേസുമായിട്ടല്ല, പൊതുവെ പുരുഷന്മാർ
പ്രതികളായ ആരോപിതരായ പുരുഷന്മാർക്കെതിരെ വരുന്ന പരാതികളുടെ പൊതു സമീപനം നമ്മുടെ മാധ്യമങ്ങൾ, പോലീസുകാർ, കോടതി പറയുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ, പോലീസുകാർ, എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെ നേരിടുന്നു എന്നാണ്. അതുകൊണ്ട് അങ്ങനെ പോലെ ഏറ്റവും പ്രമുഖമായ പത്രത്തിൽ ഇറക്കിയ വ്യക്തി ഒരൊറ്റ ചോദ്യമാണ്, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പത്രക്കാർ ചുമ്മാ പരസ്പരം സംസാരിക്കാനെങ്കിലും ആ നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത കുട്ടിക്കെതിരെ കേസ് എടുത്തോ, FIR ഇട്ടോ എന്നെങ്കിലും ചോദിച്ചു? അങ്ങനെ ഒരു സാധനം വേണ്ടേ? അല്ല, അങ്ങനെ ഇല്ലേ? അങ്ങനെ വ്യാജ പരാതി കൊടുത്താൽ കേസ് എടുക്കണ്ടേ? അങ്ങനല്ലേ നമ്മുടെ നിയമം? നിവിൻ പോളി ഓൾറെഡി പരാതി കൊടുത്തില്ല, ഇനി എന്താ പ്രസ് ചെയ്യുന്ന കോടതിയിലല്ലേ? പരാതി കൊടുത്തിട്ട് കേസ് എടുത്തില്ല, മാധ്യമങ്ങൾ ചോദിച്ചതല്ലോ. പരാതി കൊടുത്ത് കേസ് എടുക്കാത്തത് നിവിൻ പോളി എവിടെയെങ്കിലും പ്രസ് ചെയ്ത് കോടതിയിലല്ലേ പ്രസ് ചെയ്യാൻ പറ്റൂ? പോലീസിൽ ഒരിക്കലല്ലേ പരാതി കൊടുക്കാൻ പറ്റൂ? അല്ല, കോടതി ചെയ്തിട്ടുണ്ടോ? അല്ല, കോടതിയിലല്ല, കോടതി പോയിട്ടില്ല, DGPക്കല്ലേ പരാതി കൊടുത്തു. ഇനി രണ്ട് അവിടെ തന്നെ ചോദിക്കുന്ന അങ്ങനെ ചോദ്യം ഏറ്റവും ബഹുമാനത്തോടെ കാണുന്നു. ആ ചോദ്യത്തിലാണ് ഞാൻ ഇതായിട്ട് പറയല്ല, ഒരു ഉദാഹരണം വെച്ച് പറയുകയാണ്. അതായത് നിവിൻ പോളി പരാതി കൊടുത്ത് പോലീസ് റിപ്പോർട്ട് എടുത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി വ്യാജമാണെന്ന് തെളിയിച്ചിട്ട് നിവിൻ പോളി പ്രസ് ചെയ്യണോ കേസെടുക്കാൻ? ഓൾറെഡി നിവിൻ പോളിയുടെ പരാതി ഇരിക്കുകയല്ലേ, അതിന് കംപ്ലൈന്റ് ഇടണ്ടേ? രണ്ട്, നിവിൻ പോളി അടക്കമുള്ളവർക്കെതിരെ ഈ കുട്ടി കൊടുത്തൊരു കേസെടുത്തല്ലോ, ആ കൊച്ചു പ്രസ് ചെയ്തിട്ടാണോ കേസെടുത്തത്? അത് പറഞ്ഞത് പച്ച കള്ളമാണെന്നും TV ചാനലിൽ വന്നിരുന്ന് പറയുകയാണ്, ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയി, എനിക്ക് ഉറക്കൊപ്പിച്ച് കാരണമാണ്. ഞാൻ പറയുന്നതല്ല, നിങ്ങളെല്ലാം കേട്ടതാണ്. അതായത് ഒരു പെൺകുട്ടി തന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുന്ന ഡേറ്റ് മാറിപ്പോയി, കാര്യം ഞാൻ ഉറക്കൊപ്പിച്ച് വന്നിരുന്നതാണെന്ന്. രാത്രി 7 തൊട്ട് ഞാൻ ഇരുന്ന ചർച്ചകൾ നടക്കും. അപ്പൊ ആ കുട്ടിയുടെ കേസിൽ ബാക്കിയുള്ളവർക്കെതിരെ പരാതി എടുക്കുക ആ കുട്ടി പ്രസ് ചെയ്തിട്ടാണ്. ഞാൻ പറയുന്നത്, നിവിൻ പോളി അത്യാവശ്യം എല്ലാവരും അറിയുന്ന താരമാണ്, സൂപ്പർ താരത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന താരമാണ്. നിവിൻ പോളി കൊടുത്ത കേസിൽ, നിവിൻ പോളി ഒരു ഉദാഹരണം വേണ്ടി മാത്രമാണ് പറയുന്നത് കേട്ടോ, നിവിൻ പോളി ഒരു ഉദാഹരണമായിട്ട് വേണ്ടി മാത്രം. ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പഴയതായതുകൊണ്ടാണ്, ഉമ്മൻചാണ്ടി സാറിന്റെ സരിതയുടെ കാര്യം പഴയതായതുകൊണ്ട് കുറച്ചുകൂടെ നമ്മുടെ പബ്ലിക് മെമ്മറി നിൽക്കുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആ നിവിൻ പോളി കൊടുത്തിട്ട് കേസ് എടുത്തില്ലെങ്കിൽ രാഹുൽ ഈശ്വർ നാളെ ഏതെങ്കിലും സ്ത്രീക്കെതിരെ പരാതി കൊടുത്ത കേസ് എടുക്കും. ഈ പ്രസ് എന്ന് പറയുന്ന പരിപാടി എന്താ? പ്രസ് എന്ന് പറഞ്ഞാൽ വീണ്ടും വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുക, പ്രസ് എന്ന് പറഞ്ഞാൽ വീണ്ടും വിളിച്ച് പറയുക എന്നുള്ളതല്ലേ ഉള്ളൂ, അല്ലാതെ വീണ്ടും പരാതി കൊടുക്കുന്ന പരിപാടി ഒന്നുമില്ലല്ലോ. എന്താ ചെയ്യാത്ത? DGPക്കല്ലേ പരാതി കൊടുത്തത്. എന്നിട്ട് ഇന്നലെ അതേ DGPയോട് യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. എന്തിനാണ്? എന്താ കേസെടുക്കുന്നത്? അത് രാഹുൽ ഈശ്വർ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു. എവിടെ അപമാനിക്കുന്നു? ഹണി റോസ് വിമർശനത്തിന് അതീതയാണോ? ഹണി റോസിനെതിരെ ഒരു വിമർശനം പറഞ്ഞാൽ അതെങ്ങനെ ശരിയല്ലാതാകുന്നത്? എത്രയോ ചാനൽ ചർച്ചകൾ, ഞാൻ അടക്കമിരിക്കുന്ന ചാനൽ ചർച്ചകളിൽ ഒരു ബന്ധവും ഇല്ലാതെ ബോബി ചെമ്മണ്ണൂരിന്റെ ബിസിനസിനെയും ബാക്കി കാര്യങ്ങളെ എത്രയോ പേര് വന്ന് അപമാനിക്കുന്നു, കുറ്റം പറയുന്നു. ആർക്കും ഒരു ദണ്ഡവുമില്ലല്ലോ. അതായത് ഈ കേസാണല്ലോ നമ്മുടെ പരിഗണനാ വിഷയം, അതിനപ്പുറം ബോബി ചെമ്മണ്ണൂരിന്റെ ബാക്കി ബിസിനസ് പ്രാക്ടീസുകൾ പറയുന്നു. എന്തിനാണ്? ഡിഫമേഷൻ അല്ലേ? അതിനൊന്നും ഒരു പ്രശ്നമല്ലേ? അപ്പൊ ആണുങ്ങളെ എന്തും പറയാം, സ്ത്രീകളെ ഒന്നും പറയാൻ പാടില്ല എന്നൊരു കാര്യമാണ്. അപ്പൊ ഈ പ്രസ് ചെയ്യുന്നു എന്ന ചോദ്യം പോലും വരുന്നത് ആണുങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്താലേ ഒരു കേസ് എടുക്കൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നോ സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നോ ആയിരിക്കാം. ഏക റിക്വസ്റ്റ്, താൻ നിരപരാധിയാണെന്ന് പറഞ്ഞ ആളാണ്, തന്റെ പരാതിയിൽ കേസ് എടുത്തിട്ടുള്ളത് എവിടെയും പറഞ്ഞാൽ അറിയില്ല. അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ ഞങ്ങൾ പറയണമെന്നാണ് താങ്കൾ ആവശ്യം. അല്ല, അദ്ദേഹത്തിനെതിരെയുള്ള റിപ്പോർട്ട് കോടതിയിൽ, അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് കോടതി കൊടുത്തല്ലോ, അത് നമ്മൾ കണ്ടല്ലോ. പോലീസ് അന്വേഷിച്ചു, ഇത് വ്യാജ പരാതിയാണെന്ന് നിവിൻ പോളിക്ക് ക്ലീൻ ചിറ്റ് എന്ന് പറഞ്ഞ് കോടതി കൊടുത്തല്ലോ. അപ്പോൾ സ്വാഭാവികമായ ഒരു വ്യാജ പരാതിയല്ലേ ആ സ്ത്രീക്കെതിരെ കേസെടുക്കണ്ടേ? അല്ല, അങ്ങനെയല്ലേ ഇതിന്റെ പ്രോസസ് ഓഫ് ലോ. ഇപ്പൊ ഞാൻ ഒരാൾക്കെതിരെ അബ്സല്യൂട്ട്ലി ഒരു വ്യാജ പരാതി കൊടുത്തുകൊണ്ടിരിക്കട്ടെ, ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ ഒരു വ്യാജ പരാതി, എന്തെങ്കിലും ദ്വയാർത്ഥ പരാമർശമോ കൊടുത്തുകൊണ്ടിരിക്കട്ടെ, നാളെ അത് വ്യാജമാണെന്ന് പറഞ്ഞാൽ എനിക്കെതിരെ കേസ് വേണ്ടേ? അങ്ങനെ ഒരു പ്രോസസ്സ് ഈ നാട്ടിലെ സ്ത്രീകൾക്കെതിരെ മാത്രം ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും സ്വാതന്ത്ര്യത്തോടൊന്നും ഇങ്ങനെ കേസ് കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ശ്രീ സിദ്ദിഖിനെതിരെ അടക്കം, അതായത് ആദ്യം സിദ്ദിഖിനെതിരെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, സിദ്ദിഖിനെതിരെ 11 പേർക്ക് എതിരെയുള്ളതിൽ സിദ്ദിഖ് 4-ഓ 5-ഓ ആയി സിദ്ദിഖിനെതിരെ അദ്ദേഹം വെർബലി വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നീട് മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് സെക്ഷുവൽ ഫേവേഴ്സ് ചോദിച്ചു നമ്മുടെ നിലാ തിയേറ്ററിൽ നിന്ന്. അടുത്ത തവണ പറഞ്ഞു മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് എന്നെ റേപ്പ് ചെയ്തു. ഈ പറഞ്ഞ വ്യക്തി ആരാണ്? ഇനി പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആക്രമിക്കും. പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ആന്റിസിഡൻസോ പ്രീസിഡൻസോ നോക്കിയാൽ ചൈന എന്നൊരു രാജ്യത്ത് കൂടെയുള്ള 32 പെൺകുട്ടികൾ സ്വഭാവ ദൂഷ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇവർക്കെതിരെ പരാതിപ്പെട്ട് ചൈന രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ്. ഒരു രാജ്യത്തിൽ, അതായത് ഒരു ചൈന എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്ന്, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്വഭാവ ദൂഷ്യത്തിന് അതേ വർഷം ആദ്യം പുറത്താക്കിയ വ്യക്തി ഇവിടെ വന്ന് ആദ്യം ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞു, പിന്നീട് കൂട്ടി പറഞ്ഞു സിദ്ദിഖിന്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പുള്ളി വലിയ ആളാവാൻ ശ്രമിക്കുകയാണ്. ഞാനിപ്പോ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങളെല്ലാം കേട്ടുകയാണ്. ഇന്നലെ സിദ്ദിഖിന്റെ പത്രസമ്മേളനം കണ്ടപ്പോഴാണ് പരാതി കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായത്. എന്ത് തരം പ്രതികാര മനോഭാവമാണ് അതിന് ഇനി എന്റെ സീരിയസ്നെസ് എന്താ? ഞാൻ ഇത് പറയുന്ന ആർക്കും മോശം തോന്നരുത്, സിദ്ദിഖിനോട് സംസാരിച്ചിട്ടൊന്നുമില്ല, എനിക്ക് അഡ്വക്കേറ്റും കൂടെ ആയിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. മുകുൾ റോഹ്തഗിക്ക് ഏറ്റവും മിനിമം ഒരു 30-40 ലക്ഷം രൂപ കൊടുത്തതാണ്, കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ.
ഒരു 30-40 ലക്ഷം രൂപ ഏറ്റവും മിനിമം മുകുൾ റോഹ്ത്തക്ക് പുള്ളി വരും 4-5 പ്രാവശ്യം അത് വാങ്ങി കിട്ടും. ആ 40 ലക്ഷം രൂപ സിദ്ദിഖിന്റെ മകൻ ഷഹീനോ അല്ലെങ്കിൽ മകന്റെ കുട്ടിക്കോ ഒക്കെ പോകണ്ടതല്ലേ? 40 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ലേ? 40 ഏറ്റവും കുറവാണ്, 50 കൂടുതൽ എണ്ണം കൊടുത്തു കാണും. മുകുൾ റോഹ്ത്തക്ക് അങ്ങനെ ആവുമ്പോൾ സാർ വഴി വിളിച്ച് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് മറ്റും കൊടുത്തു കാണും. ഒരാളുടെ ഫേസ്ബുക്കിലെ പരാതി കാരണം, അയാൾ വെളിയിൽ നിന്ന് പറയുന്ന കള്ളങ്ങൾ കാരണം മറുഭാഗത്ത് നിൽക്കുന്ന ആണിന് 40 ലക്ഷമോ 50 ലക്ഷം രൂപയാണ് ചെലവ്. പിന്നീട് മനസ്താപം, മെന്റൽ ഹരാസ്മെന്റ്, നാട്ടിൽ നിന്ന് ഒളിച്ചോടുന്നു, സിദ്ദിഖിന്റെ ചില സിനിമാ അവസരങ്ങളെങ്കിലും ചോദ്യം ചെയ്യപ്പെടുന്നു, കാര്യങ്ങൾ മാറുന്നു, അമ്മയുടെ സ്ഥാനം ഒന്നുമില്ല. എന്താ ഒരു പെൺകുട്ടി ഒന്നൊരു വ്യാജ പരാതി പറഞ്ഞു. ഇനി എന്തെങ്കിലും ശ്രീ സിദ്ദിഖിന് ആ പരാതിയിൽ ഒരു അവസാനം ക്ലീൻ ചിറ്റുണ്ടോ? എപ്പോൾ ചോദിച്ചാലും മതി. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിയമോപദേശം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, പോലീസ് അതിരൂക്ഷമായി അന്വേഷിക്കുകയാണ്. ഇതിന്റെ അവസാനം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി പോകും. ഇനി ഒരു കാര്യം കൂടെ, അങ്ങനെ ചോദിച്ചതിന് കൃത്യമായിട്ട് ഈ ജാമ്യം കിട്ടിക്കഴിഞ്ഞാലോ നമുക്ക് നേരെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആണിന് കിട്ടിയാൽ എന്ത് പറയാൻ അറിയാമോ? ഇനി മിണ്ടാതിരുന്നാൽ ഇതിനൊക്കെ കിട്ടിയല്ലോ, കൂടുതലൊന്നും വേണ്ട, കിട്ടിയത് വെച്ച് നീ അങ്ങ് രക്ഷപ്പെട്ടോ. നേരത്തെ പറഞ്ഞ സിനിമാ താരത്തെ അടക്കം, ആരുടെയും പേര് പറയുന്നില്ല, സിനിമാ താരങ്ങൾക്കടക്കം അദ്ദേഹത്തിന്റെ ബിസിനസ്സിലെ പങ്കാളികൾ കൊടുത്ത ഉപദേശവും അങ്ങനെ തന്നെയാണ്. നിനക്ക് അനുകൂലമായ ഒരു സാധനം കിട്ടി, ഇനി നീ മിണ്ടണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വീണ്ടും ഇഷ്യൂ ആക്കണ്ട, നീ അങ്ങ് മാറിപ്പോകൂ എന്ന് പറയുന്നത്. അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ടവരാണോ ഈ നാട്ടിലെ ആളുകൾ? അങ്ങനെ പേടിച്ച് ജീവിച്ച് ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും ഭയന്ന് രക്ഷപ്പെട്ട് എന്നും ലുക്കിംഗ് ഓവർ ദി ഷോൾഡർ എന്ന് ഇംഗ്ലീഷ് പറയുന്നവരാണ്. റിക്വസ്റ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരു സെൻസ് ഓഫ് ബാലൻസ് കൊടുക്കുക. ഇനി മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, പറ്റുമെങ്കിൽ ഇവരുടെ കോടതി കുറ്റക്കാരാണെന്ന് പറയുന്നത് വരെ ഈ ആണുങ്ങളുടെ പേരും മുഖവും സാധനങ്ങളും ഒന്നും കൊടുക്കാതിരിക്കുക. അതൊരു റൈറ്റ് അല്ലേ? അതായത് കോടതി തെറ്റുകാരനാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് ആക്രമിക്കാം. ഇപ്പം പോലും ആരാണ് നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്തതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പേരൊക്കെ ചില ആൾക്കാർക്ക് അറിയായിരിക്കും. പക്ഷേ എൽദോസിനെതിരെ പരാതി കൊടുത്ത ആരാന്നറിയില്ല. ഒരുപക്ഷെ അത് ഇവിടെ ഇരുന്നാൽ എനിക്ക് അറിയത്ത് പോലുമില്ല. പക്ഷേ എൽദോസ് എന്തും മോശക്കാരനായി ആക്ഷൻ നേരിട്ടു, മാറി നിന്നു. എന്താ? നമ്മളെല്ലാം സ്ത്രീപക്ഷമാണ്. സ്ത്രീപക്ഷമായിക്കോളൂ, പുരുഷ വേട്ടയാവരുത് സ്ത്രീപക്ഷം, പുരുഷ വിരോധമാകരുത് പുരോഗമനം. അതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ മെൻസ് കമ്മീഷനിൽ പോകാൻ ഒരു സ്പേസ് കിട്ടും, ഒരു ലീഗൽ ബോഡിയാണ്. നമുക്ക് അത്യാവശ്യം വീട്ടിൽ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാനെങ്കിലും പറ്റും. ആ സമാധാനം പലപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നല്ലോ. ഇപ്പൊ എന്റെ മകന്റെ കഴിഞ്ഞ ശനിയാഴ്ച എന്റെ മകന്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്റെ മകന്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് എല്ലാ ചാനലുകളിലും, യാഗം എന്നാണ് പേര്, 8 വയസ്സേ ഉള്ളൂ. അവന്റെ സ്കൂളിൽ നിന്നുള്ള 10 പിള്ളേരും കൂടെ വന്നിരുന്നു. അവിടെ വെച്ച് അറസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇമ്മീഡിയറ്റ്ലി ഹൈക്കോടതി മൂവ് ചെയ്തു. കാര്യം എന്റെ മോന്റെ പേരിൽ അങ്ങനെ അവസ്ഥ, കുറച്ചുകൂടെ പ്രായമായ എനിക്ക് എന്താ ടി വി എഴുതി കാണിക്കുക? ഹണി റോസിനെ അസഭ്യം പറഞ്ഞു രാഹുൽ ഈശ്വർ, അധിക്ഷേപിച്ചു, അതുകൊണ്ട് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു. എവിടെ ഹണി റോസിനെ അധിക്ഷേപം പറഞ്ഞു? ഹണി റോസ് വിമർശനങ്ങൾക്ക് അതീതയാണോ? ഹണി റോസ് മദർ തെരേസയാണോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയാണോ? ഈ നാട്ടിൽ ആരെയും പോസിറ്റീവായി, അസഭ്യമായിട്ടല്ല, പോസിറ്റീവായി വിമർശിച്ചൂടെ? അപ്പൊ ഹണി റോസിനെ മാത്രം വിമർശിക്കുന്നത് പറയുന്നത് എന്തർത്ഥം? അപ്പൊ മീഡിയക്കാർ പലപ്പോഴും, എല്ലാവരും അല്ല, ഇപ്പൊ ചിലരെങ്കിലും ചെയ്യുന്നത് ഹണി റോസിനെ അങ്ങ് ഗാർഡ് ചെയ്ത് സേഫ് ആയിട്ട് വെക്കും. ഹണി റോസിനെ പറഞ്ഞാൽ പിടിച്ചകത്തിടുമെന്ന് പറയും. അങ്ങനെയല്ലേ യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ സമീപിക്കുന്നത്? ഈ സമീപനം ശരിയാണ്. അതുകൊണ്ട് എനിക്ക് മീഡിയക്കാരോട് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ഈ മെൻസ് കമ്മീഷൻ എന്നൊരു ആശയം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ സുപ്രീം കോടതിയിലേക്ക് പോയി വിജയം കിട്ടിയിട്ടില്ല, സംശയമൊന്നുമില്ല. ഒരു പോളിസി ഡിസിഷനാണ് എന്നുള്ളതാണ് സുപ്രീം കോടതി എടുക്കുന്ന സമീപനം. സുപ്രീം കോടതിക്ക് ഉത്തരവിടാനൊന്നും പറ്റില്ല, ഇതൊരു പോളിസി ഡിസിഷനാണ്. ലോകസഭയിൽ ഉന്നയിച്ചു, ലോകസഭയിലെ എംപിമാരുടെ ജനറൽ സമീപനം എന്താ അറിയാം? ഒരു പുച്ഛമാണ്. ഞങ്ങളപ്പോൾ അവരോട് പറഞ്ഞു, ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും, പിന്നീട് അവർ നിങ്ങളെ പരിഹസിക്കും, പിന്നീട് അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും, എന്നിട്ട് നമ്മൾ ആ യുദ്ധം ജയിക്കും എന്ന മഹാത്മാഗാന്ധിയുടെ ആശയം ഞങ്ങൾ അവരോട് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ആദ്യം ഒരുപാട് ഇതേപോലെ ചീത്ത കേൾക്കേണ്ടി വരും, അപമാനം കേൾക്കേണ്ടി വരും, കളിയാക്കൽ കേൾക്കേണ്ടി വരും. ആ കളിയാക്കൽ കേട്ട് കഴിഞ്ഞ് നാളെ ഇവിടെ ജനിക്കാൻ പോകുന്ന ആൺകുട്ടികൾക്കും അവകാശങ്ങൾ വേണമെന്നുള്ള തിരിച്ചറിവിലാണ് ഈ ഫൈറ്റ്. നാളെ നമുക്കെതിരെ അങ്ങനെ എന്തെങ്കിലും വ്യാജ പരാതി വന്നാൽ നമ്മൾ പെട്ടു എന്ന് വിചാരിച്ചാൽ ഈസി ആയിട്ട് നമ്മുടെ ചാനലോ നമ്മുടെ കൂടെ ഉള്ളവരോ എല്ലാവരും പറയും കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കുന്നത്. പിന്നീട് നമ്മൾ എന്തെങ്കിലും രീതിയിൽ നമ്മുടേതായ മാധ്യമ നിനക്ക് പണ്ട് ആ കേസ് ഉണ്ടാവില്ലടാ, നിനക്ക് പിന്നീട് പോക്സോ കേസ് ഉണ്ടാവില്ലടാ, നിനക്ക് പിന്നെ നീ ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിച്ചാൽ വരും. നമുക്കതിനൊരു റൈറ്റ് വേണം. ഈ കാര്യങ്ങൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അപേക്ഷ. ക്വസ്റ്റ്യൻസ്? അതുൽ സുഭാഷ് തീർച്ചയായിട്ടും. തിരിച്ച് ഞാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ സ്ത്രീ അതേപോലെ ആത്മഹത്യ ചെയ്ത നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. അതായത് 7 വർഷത്തിനുള്ളിൽ ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കുന്നവരിൽ ഭാര്യ ആത്മഹത്യ ചെയ്താലും അസ്വാഭാവിക മരണമാണെങ്കിലും ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം. അത് ശരിക്കും നല്ലൊരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നതാണ്. അതായത് സ്ത്രീധനങ്ങളുടെ പേരിൽ സ്ത്രീകൾ പീഡിപ്പിക്കുന്നതുകൊണ്ട് വന്നതാണ്.
നേരെ മറിച്ച് ഈ മനുഷ്യൻ തന്റെ കുട്ടിയെ കാണാൻ അനുവദിക്കുന്നില്ല, തന്നെ വേട്ടയാടുകയാണ്, ഒരുപാട് കാശ് എക്സ്ട്രോക്ട് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് അതുൽ സുഭാഷ് വേദനയോടെ വീഡിയോ ചെയ്ത് ഒരാൾ മരിക്കുകയാണ്. ഞാനൊക്കെ നാഷണൽ മീഡിയ എല്ലാവരും ഒന്നും പറയുന്നില്ല, ചിലരോടൊക്കെ പറയുമ്പോൾ അവരിതൊക്കെ അപ്പുറത്ത് ഒരു ചിരിയോടുകൂടിയാണ് ചെയ്യുന്നത്. ഒരാള് അയാളുടെ വേദന പറഞ്ഞ് സ്വയം ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലാതാകുകയാണ്. എന്നിട്ട് പോലും ഇവിടെ ആണുങ്ങളോട് ഇത് കരുണ തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടെ, ഇപ്പോഴും കൂടുതൽ ഏതാണ്, സ്ത്രീകൾക്കാണോ പ്രശ്നം പുരുഷന്മാർക്കാണോ പ്രശ്നം? ഒരു സംശയമില്ല, സ്ത്രീകൾക്കാണോ പ്രശ്നം. പുരുഷന്മാർ അനുഭവിക്കുന്നതിന്റെ 10 ഇരട്ടി പ്രശ്നം തന്നെയാണ് സ്ത്രീകൾ അനുഭവിക്കുന്നത്. ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കണക്കുകൾ എടുത്തു നോക്കിയാൽ മതി. പക്ഷേ 100 സ്ത്രീകൾ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന് കരുതി 10 നിരപരാധികളായ പുരുഷന്മാരെ ജയിലിലിടേണ്ട ആവശ്യമുണ്ടോ? 100 സ്ത്രീകൾ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, 100% സത്യം. പക്ഷേ അതിന്റെ പേരിൽ 10 നിരപരാധികൾ നീയും കൂടെ അനുഭവിച്ചു എന്ന് പറഞ്ഞ് ബാലൻസ് ചെയ്യാൻ പറ്റൂ? ഇനി 2, BBC, ലോക മാധ്യമങ്ങളിലെ എല്ലാ മാധ്യമങ്ങളും ഗോൾഡ് സ്റ്റാൻഡേർഡായി കാണുന്നതാണ് BBC ഫോൾസ് റേപ്പ് കേസ് ഇന്ത്യ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ BBC കോട്ട് ചെയ്യുന്ന റിപ്പോർട്ട് ഉണ്ട്. അതിൽ പറയുന്നത് 53.2% ഇന്ത്യയിലെ റേപ്പ് കേസുകളും ഫോൾസ് റേപ്പ് കേസുകളാണ് എന്ന് BBC ഒരു പഠനം കോട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം പെട്ടെന്ന് കിട്ടാനുള്ള ഒരു വകുപ്പാണ്. ഇങ്ങനെ പോക്സോ വ്യാപകമായി മിസ്യൂസ് ചെയ്തു. രാം തിവാരി, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാം. കേന്ദ്രീയ വിദ്യാലയ രാം തിവാരി റേപ്പ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടും. ഇയാൾ 7 വർഷം ജയിലിൽ കിടന്നു. കോവിഡും കൂടി ഉള്ളതുകൊണ്ടാണ്. ആ സമയത്താണ് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, തന്റെ ടീച്ചറായ ഈ വ്യക്തി തന്നെ റേപ്പ് ചെയ്തു, തന്നെ പ്രഗ്നന്റ് ആക്കി, തന്നെ അബോർട്ട് ചെയ്തു. ഇതാണ് ഈ വ്യക്തിക്കെതിരെയുള്ള കേസ്. 7 വർഷം ഇയാൾ ജയിലിൽ കിടന്നു. 7 വർഷം കഴിഞ്ഞ് കോടതി കണ്ടെത്തി ഈ പെൺകുട്ടി റേപ്ഡ് അല്ലായിരുന്നു, ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നില്ല, ഈ പെൺകുട്ടിക്ക് അബോർഷൻ സംഭവിച്ചിട്ടില്ല. ഇയാളെ ഈ 7 വർഷത്തിന് ആര് ഉത്തരം പറയും? എന്തോ സ്കൂളിലെ പ്രശ്നത്തിന് പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാണ്. അതായത് റേപ്പ് ചെയ്യപ്പെട്ടു, പ്രഗ്നന്റ് ആയി, അബോർട്ട് ചെയ്തു. കേസിന് ഗ്രാവിറ്റി കൂട്ടാൻ ആരും എഴുതി കൊടുത്ത സാധനങ്ങളാണ്. അപ്പോ എന്നിട്ട് അവസാനം ഇയാൾ വെളിയിൽ വന്നപ്പോ ഇയാളുടെ എന്താ പറയുക, ഈ മനുഷ്യന്റെ ജീവിതത്തിലെ 7 വർഷവും മറ്റും പോയി. നമുക്കെതിരെ ഇങ്ങനെ കേസ് വന്നാലും പോലീസ് ആദ്യം നേരെ തിരിച്ച് കേസെടുത്തകത്തിടും, പിന്നീട് ആലോചിക്കാന്ന് പറയും. ഒരു സെൻസ് ഓഫ് ബാലൻസ് ഇത്തരം കാര്യങ്ങളിൽ ചിലപ്പോഴെങ്കിലും വേണം എന്നൊരു റിക്വസ്റ്റ് മാത്രമാണ്. അത് ആർക്കാ കൊണ്ടുവരാൻ കഴിയുന്നത്? അത് മാധ്യമങ്ങൾക്ക്. അതിന്റെ ഒരു കാരണം കൂടെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ സുഹൃത്ത് ശ്രീ ജിംസ് എബ്രഹാം ഉണ്ട്, അദ്ദേഹം എഴുത്തുകാരൻ. അദ്ദേഹം വന്നതിന് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. എനിക്കെതിരെ ഇതേപോലെ ഒരു വ്യാജ കേസ് വന്നു. എനിക്കെതിരെ ശബരിമല പ്രക്ഷോഭം നമ്മുടെ കൊടുമ്പിരി കൊണ്ടിരുന്ന അവസരത്തിൽ എനിക്കെതിരെ ഒരു വ്യാജ കേസ് വന്നു. ആ വ്യാജ കേസ് എന്ന് പറയുന്നത് ഞാനൊരു പെൺകുട്ടിയെ പോണോഗ്രഫി കാണാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ്. അത് ഒരു വകുപ്പാണ്. ആ വകുപ്പിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടതാ. എന്റെ വീട്ടിലൊക്കെ 10-12 പേര് എല്ലാ അവസരങ്ങളിലും ഉള്ളതാണ്. ഈ 18 വർഷം മുമ്പ് ഞാൻ അങ്ങനെ കാണാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ്. എനിക്ക് അന്ന് ഇന്നും നന്ദിയുള്ളത്. എനിക്ക് ഭയങ്കര ഡിഫിഡൻസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം കുറവാണ്. ആൾക്കാർ എന്നെ എങ്ങനെ കാണുമോ, എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നുമല്ല, കാഷ്വൽ ആയിട്ടെങ്കിലും നികേഷ് കുമാർ സാർ എന്ന് ഇരുന്ന് അപ്പുറത്ത് ലോറൻസ് സഖാവ് ഉണ്ടായിരുന്നു, CPM-ൽ മുതിർന്ന ലോറൻസ് സഖാവ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഇതേപോലുള്ള കേസുകൾ വെച്ചാണോ ഇയാളുടെ രാഹുൽ ഈശ്വറിന്റെ വാദഗതികളെ നേരിടുന്നതെന്ന് നികേഷ് കുമാർ സാർ ഒന്ന് TV ചോദിച്ചു. അന്ന് ഇത്രയും ചാനലുകളൊന്നുമില്ല, ആകെ 2-3 ചാനലുകൾ ഇത്രയും പ്രോമിനന്റ് ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വലിയൊരു ആത്മവിശ്വാസം, സന്തോഷമായി അങ്ങനെ ഒരാളെങ്കിലും ചോദിച്ചല്ലോ എന്നുള്ളത്. നിങ്ങൾ മീഡിയ പറയുന്നതിലൂടെയാണ് നാട്ടുകാർ മനസ്സിലാക്കുന്നത്. കോടതികൾ എന്ത് പറഞ്ഞാലും മീഡിയ ആണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ആരും കോടതി വിധിയൊന്നും സാധാരണക്കാരും വായിച്ചു നോക്കാറുണ്ട്. അപ്പൊ മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്യുമ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരു സെൻസ് ഓഫ് ബാലൻസ് കൊടുത്താൽ, മരിച്ചുപോയ മാമുക്കോയെ എന്തൊക്കെ പറഞ്ഞു, ഒരു മടിയില്ലാതെയാണ്. എന്നിട്ട് ഓരോ ദിവസം ഓരോരുത്തരോടും പറയുകയാണ്. ഇനി ഈ സ്ത്രീ തന്നെ, ഞാനൊരു സ്ത്രീയുടെ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ആ സ്ത്രീ തന്നെ അവർക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ പേര് TV-യിൽ ഞാൻ കൂടിയിരിക്കുന്ന ചാനൽ ചർച്ചയിൽ പറഞ്ഞു. ആണ് പറഞ്ഞാൽ 2 വർഷമാകത്തിടും. പ്രത്യേകിച്ച് പോക്സോ കേസിൽ കൂടെ പ്രതിയായ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പോക്സോ കേസ് കൊടുത്ത പെൺകുട്ടിയുടെ പ്രതിയാണെങ്കിൽ 2 വർഷം അകത്തിടും. ഇവരായതുകൊണ്ട് ആർക്കെതിരെ പരാതിയൊന്നുമില്ല. അപ്പം നല്ല മെറ്റീരിയലാണിത്. പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്ന ആണിനാണ് മുറിവേൽക്കുന്നത് എന്നൊരു ചിന്ത വേണം. അതുകൊണ്ടാണ് മീഡിയക്കാർക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. കോടതികൾക്കടക്കം ഒരു പരിധിക്കപ്പുറം സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പം കോടതി ചെന്ന് പോലീസ് പറയുകയാണ്, ഇപ്പം പോലീസ് എന്റെ കേസിൽ പറയുന്നു, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോന്ന് അന്വേഷിക്കാനോ? എല്ലാം യൂട്യൂബിൽ കിടക്കുകയല്ലേ, എന്തോന്ന് അന്വേഷിക്കാനാണ് പോലീസ്? ഇനി 2, എന്തിനാണ് ഹണി റോസ് അടക്കം ഓർഗനൈസ് ക്രൈം കൊടുത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം അങ്ങനെ ആകുമ്പോൾ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി എന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കണം, ലാപ്ടോപ്പ് പിടിച്ചെടുക്കണം. ഈ മൊബൈൽ ഫോണിന് നമ്മളെല്ലാം എല്ലാ ദിവസവും വാട്സപ്പിൽ ഒരുപാട് പേര് ഹായ്, ഗുഡ് മോർണിംഗ്, മറ്റേ ദൈവങ്ങളുടെ പടമൊക്കെ അയക്കുന്നുണ്ട്. നമ്മളെല്ലാം ഡിലീറ്റ് ചെയ്യുന്ന. അങ്ങനെ ഞാൻ ഡിലീറ്റ് ഉറപ്പായിട്ട് ഞാനും ചെയ്യും, എല്ലാവരും ചെയ്യും. അടുത്ത ദിവസം നാളെ ചാനൽ ചർച്ചയിൽ ആരെങ്കിലും ചോദിക്കണം, രാഹുൽ ഈശ്വർ എന്തിനാ ആ ഒരു ദിവസം 500 MB ഡിലീറ്റ് ചെയ്തു? ഒബ്വിയസ്ലി അവിടെ ഇരിക്കുന്ന ഒരു ഉത്തരം കാണില്ല, എല്ലാവരും ഡിലീറ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഓരോ കേസിൽ ശ്രീ ദിലീപിന്റെ അടക്കം കേസിൽ എടുത്ത് പറയുന്നതാണ്. എന്തിന് ആ ഡേറ്റ ഡിലീറ്റ് ചെയ്തു? എല്ലാ ദിവസവും എല്ലാവരും നമ്മുടെ മൊബൈലിലൊക്കെ വാട്സപ്പിൽ ഒരു പണിയില്ലാതെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ച് നമ്മൾ വയ്ക്കുമ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാറില്ലേ? എല്ലാത്തിനും എന്നിട്ടൊരു സംശയം. എന്നിട്ട് എല്ലാത്തിനും പറയുന്നത് ന്യായം എന്താ അറിയോ? ഞങ്ങൾ അതിജീവിതയ്ക്ക് വേണ്ടി പോരാടുകയാണ്.
ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള വളരെ ശക്തമായ പോരാട്ടമാണ്. ആയിക്കോട്ടെ, അതിജീവിതയ്ക്ക് വേണ്ടി പോരാടിക്കോളൂ. മറുഭാഗത്ത് നിൽക്കുന്ന ആണും ഒരു മനുഷ്യനാണ് എന്ന് തിരിച്ചറിവ് നമുക്ക് വേണം. ആ തിരിച്ചറിവാണ് വേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും, ഞാൻ ആത്മാർത്ഥമായി ചോദിക്കണം, ഉത്തരം പറയണ്ട, ഒരു ആത്മാർത്ഥമായി ചോദിക്കുക. ഒരിക്കലെങ്കിലും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ ശരിയാണെന്ന് ഞാൻ എവിടെയെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ തെറ്റാണ്. എനിക്ക് ബോബി ചെമ്മണ്ണൂരിനെ ഇഷ്ടമാണ്. ഞാൻ ബോബി ചെമ്മണ്ണൂർ സംസാരിക്കുകയും എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടമാണ്. ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. നൂറുകണക്കിന് ആൾക്കാർ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരെ പുള്ളി രക്തദാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ ജി അങ്ങ് ചെയ്ത ആ ദ്വയാർത്ഥ പ്രയോഗം ശരിയല്ല എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. പക്ഷേ രാഹുൽ ഈശ്വർ ന്യായീകരിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ ഹണി റോസിലേക്കുള്ള വിമർശനം വരാതിരിക്കും. അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ന്യായവും? ഇപ്പം ചില ചാനലുകളെങ്കിലും രാഹുൽ ഈശ്വർ മറ്റേ ഹണി റോസിന്റെ അധിക്ഷേപം, ഹണി റോസിനെ ഒരു ഓൺലൈനാണ്, ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചു, രാഹുൽ ഈശ്വറിനെ തിരിച്ചടി നോക്ക്. ഇപ്പൊ ഞാൻ ലൈംഗികമായി അധിക്ഷേപിച്ചു എന്ന് പോയി. അപ്പൊ അങ്ങനെ പറയരുത്. ഹണി റോസിനോടുള്ള വിമർശനം ഇനിയും ബഹുമാന വിമർശനം തുടരും. അത് ഹണി റോസ് മാത്രമല്ല, അമലാപോളാകട്ടെ ബാക്കിയുള്ളവരാകട്ടെ അങ്ങനെയുള്ള ഒരു വിമർശനം തുടരും. അതിനോട് അനുകൂലിക്കണമെന്നൊന്നും പറയുന്നില്ല. അതൊരു സോഷ്യൽ കൾച്ചറൽ ഡിബേറ്റ് ആണ്. പക്ഷേ കേസ് എടുത്ത് പുരുഷന്മാരെ അകത്തിട്ട് തീർക്കാമെന്ന വനിതാ കമ്മീഷന്റെയും യുവജന കമ്മീഷന്റെയും ഒക്കെ നിലപാടുകൾ അവർ പുനർപരിശോധിക്കണം. അവർ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ജയിലിലിറങ്ങി. കാര്യം അവർ കോടതിയുടെ അധികാരങ്ങളുള്ളതാണ്. ഏതെങ്കിലും ഞാൻ എന്തെങ്കിലും കാലത്ത് പറഞ്ഞൊരു വാക്ക് അടർത്തിയെടുത്ത് അതിന്റെ പേര് കേസെടുത്ത് ഒരാഴ്ച ജയിലിലിട്ട് ശേഷം എനിക്ക് ജാമ്യം കിട്ടുമായിരിക്കും. എന്നിട്ട് ശനിയാഴ്ച അറസ്റ്റ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ശനിയാഴ്ച മൂവ് ചെയ്ത് ശനിയാഴ്ച അറസ്റ്റ് ചെയ്യുന്നതാണ് സൗകര്യം. കാര്യം പെട്ടെന്ന് കോടതി പോകാൻ പറ്റില്ല. അങ്ങനെ 2 ദിവസം ജയിലിൽ കിടത്തി അതിലൊരു സന്തോഷം രേഖപ്പെടുത്തി പിന്നീട് ഏതെങ്കിലും പരിപാടിക്ക് വന്നാൽ പോലും കണ്ട സ്ത്രീ പീഡനത്തിന്റെ അകത്ത് കിടത്തുകയാണെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് നമുക്കും എല്ലാവർക്കും ഉണ്ടാകും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഒരു ചോദ്യം കൂടെ പറഞ്ഞ് ഞാൻ അതിലേക്ക് പൂർത്തിയാക്കാം. ഇത് രാഹുൽ ഈശ്വറിനെ മാത്രമല്ല, മാധ്യമരംഗത്ത് നിൽക്കുന്ന ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ള ഗൗരിദാസ് നായർ സാറിനെ പോലുള്ള ഒരാളുടെ ഗതി ഇതാണ്. പുള്ളി കഴിഞ്ഞതിന്റെ 9 വർഷം 2022 പുള്ളി ഒരു പരിപാടിക്ക് ഇവിടെ ഗസ്റ്റായിട്ട് വിളിച്ചു. വിളിച്ചപ്പോൾ എല്ലാ സ്ത്രീപക്ഷവാദികളും പുള്ളിയെ പരിപാടിക്ക് വിളിക്കുകയാണ്, നിങ്ങൾ പരിപാടിക്ക് പങ്കെടുക്കില്ല, ബഹിഷ്കരിക്കും, പ്രശ്നം ഉണ്ടാക്കും. അവസാനം പുള്ളിയെ മാറ്റി നിർത്തി. പുള്ളി ചെയ്ത തെറ്റെന്താണ്? ഞാൻ ഈ 2-3 പേരെ വിളിച്ചത് തെറ്റെന്താണ്? അത് പുള്ളി സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറി. ഞാൻ പറഞ്ഞു എന്താണ് അപമര്യാദയെ പെരുമാറി? അതുകൊണ്ട് അന്ന് ബ്ലോഗ് കണ്ടില്ലേ? ഞാൻ ശരി ചേട്ടാ, എന്താണ് അപമര്യാദയെ പെരുമാറി? പുള്ളി റേപ്പ്, മൊളസ്റ്റേഷൻ, കയറി പിടിക്കുക, ശാരീരികമായി ഉപദ്രവിക്കുക, എന്തെങ്കിലും കാര്യം ചെയ്യും. ആ കേസെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്റെ കേസുമല്ല, ആ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ തന്റെ നേരെ മോശമായ ഓവർച്യൂഴ്സ്, അഡ്വാൻസ് ഉണ്ടായി എന്നാണ് ഈ സാറിന്റെ ഗൗരിദാസ് പേര് പോലും ഇല്ല. മറ്റൊരാൾ ബ്ലോഗിന്റെ താഴെ വന്ന് ഇത് ഇന്നയാളല്ലേ എന്ന് പേരിട്ടിരിക്കുന്നതാണ് ഗൗരിദാസ് നായർ സാർക്കെതിരെയുള്ള പ്രശ്നം. ആ മനുഷ്യൻ അതുകൊണ്ട് റിട്ടയർമെന്റ് പോയി. പുള്ളിയുടെ ജീവിതത്തിൽ കിട്ടാതെ പോയി. BRS എടുത്ത് മാറ്റിക്കോളാൻ പറഞ്ഞു. കാര്യം സ്ത്രീപക്ഷ നിലപാടാണല്ലോ. ഹിന്ദുവിന് അല്ലാതൊരു നിലപാടെടുക്കാൻ കഴിയില്ല. അത് ഹിന്ദു എന്ന് പറയുന്ന ലെഫ്റ്റ് ലിബറൽ പത്രത്തിന് അല്ലാതൊരു നിലപാടെടുക്കാൻ കഴിയില്ല. സാറ് പോയി. സാർ എപ്പോഴെങ്കിലും പൊതുവേദിയിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മുമ്പ് കണ്ടാൽ ഇവിടെ ഉണ്ടെങ്കിൽ ഏറ്റവും തലയെടുപ്പത്തോടെ തലപ്പൊക്കത്തോടെ നിൽക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി മോശക്കാരനായി. ആ വ്യക്തിയുടെ ജീവിതം പോയി. എനിക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നത് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ മകനെ വിളിക്കാറുണ്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ മകനെ അറിയാം. എങ്ങനെയുണ്ട്? അച്ഛൻ ഭയങ്കരമായി തകർന്നിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളോടൊന്നും മിണ്ടില്ല, വിഷമമാണ്, തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ സ്ത്രീപക്ഷമാണ് നമ്മളെല്ലാം. ഇത് നാളെ നിങ്ങൾക്കും എനിക്കും വരും. എനിക്ക് ദൈവം സഹായിച്ച ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലം ആയതുകൊണ്ട് ആൾക്കാരെന്നെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പോയത്. ഇല്ലെങ്കിൽ നാളെ ടെക്നോ പാർക്കിലെ എന്റെ ജോലിക്ക് ഞാനിപ്പോൾ ഒരുപാട് സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അവിടെ എല്ലാം താഴെ വന്ന് സ്കൂളിന്റെ താഴെ വന്ന് എഴുതും, കണ്ടോ ഇവൻ സ്ത്രീകളെ മറ്റോ പറയുന്നവരാണ്. സ്കൂളുകാരെന്ത് വിചാരിക്കും? റിസ്ക് എടുക്കണ്ട, നമ്മളൊരു വിവാദം ഒഴിവാക്കാം, അങ്ങ് മാറ്റി നിർത്താമെന്ന് പറയും. ഞങ്ങളുടെ ശമ്പളം, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ മക്കളുടെ ജീവിതം ഇതെല്ലാം ബാധിക്കപ്പെടും എന്നും കൂടി ചിന്തിക്കണം. അതുകൊണ്ട് സ്ത്രീപക്ഷമാകണം, പുരുഷ വിരോധമാകരുത്. ഈ മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള നീക്കത്തിൽ നിങ്ങൾ ശ്രീ എൽദോസിന്റെ അടക്കം നിലപാട് നേടണം. എൽദോസ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. ശ്രീ എൽദോസിന്റെ അടക്കം നിലപാട് ചോദിക്കണം. അദ്ദേഹത്തിന് നിവേദനം മറ്റന്നാളാണ് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ കണ്ടിരുന്നു. മറ്റന്നാൾ നേരിട്ട് ആ നിവേദനം സമർപ്പിക്കും. നിങ്ങൾ സുപ്രീം കോടതിയിൽ 1-2 അഡ്വക്കേറ്റ്സിനെ വെച്ചാണ് ഡ്രാഫ്റ്റ് ചെയ്യിക്കുന്നത്. മറ്റന്നാൾ ആ നിവേദനം സമർപ്പിക്കും. അതൊരു പ്രൈവറ്റ് ബില്ലായി കൊണ്ടുവരാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങളുടെ അടക്കം പിന്തുണ വേണം. ആ പുരുഷ കമ്മീഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ പുരുഷ കമ്മീഷൻ ആയിരിക്കും കേരളത്തിലേക്ക് വരുന്നത്. വിജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ പുരുഷ കമ്മീഷൻ എന്നുള്ള ആശയം പ്രസക്തമാണ്. ആണുങ്ങൾക്കും ഇവിടെ ജീവിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ഇവിടെ ഇരിക്കുന്ന ആണുങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ആ വേദന വരുമ്പോൾ മാത്രമേ നമുക്കതിന്റെ പെയിൻ മനസ്സിലാവൂ. തിയറിയായി കേട്ടാൽ അതിന്റെ വേദനയും വിഷമവും മനസ്സിലാകും. അതുകൊണ്ട് ആ പുരുഷ കമ്മീഷന് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ബാക്കി ചോദ്യങ്ങൾ തരുന്നത്. താങ്ക് യു.